എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ ആ ഒരു വില്ലനാവട്ടെ ബബിൾസ് ഉപയോഗിച്ചുകൊണ്ട് അതില് കുട്ടപ്പനെ ലോക്ക് ചെയ്ത് പിടിച്ച് ഒരുപാട് പിരാന മീനിനെ കൊണ്ട് കുട്ടപ്പനെ കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ചോച്ചി പയ്യൻ അങ്ങനെ ഓടിച്ചെന്ന് ഒരു ബോള് പോലായി മാറി കുട്ടപ്പൻ ലോക്കായി നിൽക്കുന്ന ആ ഒരു ബബിൾസിന്റെ മേലേക്ക് എടുത്തങ്ങോട്ട് ചാടും. ബബിൾസ് പൊട്ടിത്തെറിച്ച് ഇപ്പൊ കുട്ടപ്പനാവട്ടെ സേഫായിട്ട് പുറത്തെത്തും. എന്നിട്ട് അങ്ങനെ തന്നെ ഇപ്പൊ ഉരുണ്ട് ആ ഒരു വില്ലനെ ഇട്ടിച്ചു തെറിപ്പിക്കാനായിട്ട് ചോച്ചി ആവട്ടെ അവന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ വില്ലൻ അപ്പോഴേക്കും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ ഒരു ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ചോച്ചിക്ക് അത് ഇടിച്ചു തകർക്കാൻ കഴിയാതെ അവൻ അങ്ങനെ നിൽക്കുമ്പോ ആ വില്ലനാവട്ടെ പതിയെ അവന്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചോച്ചിയെ തന്നെ അബ്സോർബ് ചെയ്യാൻ ആരംഭിക്കും. അത് കണ്ട് കാര്യം വഷളാകുന്നു മനസ്സിലാക്കിയ നമ്മുടെ സെക്യൂരിറ്റി നിഞ്ച ആവട്ടെ അവന്റെ കയ്യില് ഫയർ ബോൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ചോച്ചിക്കും ആ ഒരു വില്ലന്റെ നടുവിലേക്ക് വലിച്ചങ്ങോട്ട് എറിയും. തീ ആളിപ്പടർന്ന് നമ്മുടെ ചോച്ചി ആവട്ടെ ആ ഒരു വില്ലന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. പക്ഷെ വില്ലൻ തിരിഞ്ഞിട്ട് ഭൂമിക്കടിയിലുള്ള എല്ലാ വെള്ളങ്ങളും ബബിൾസ് ആക്കി ഇപ്പൊ മേലേക്ക് ഉയർത്തും. അപ്പൊ കുട്ടപ്പൻ കത്തി എറിഞ്ഞ് അതിനെ പൊട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കും. അതിന് ചോച്ചി ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വന്ന്, ഹണി ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് വേറെ വഴിയില്ല, ഇത് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞവൻ മുഖത്ത് ആംഗ്യമൊക്കെ കാണിക്കും. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ അത് മനസ്സിലാവൂല. എന്താണ് നീ കാണിക്കണേ ചോദിക്കുമ്പോ ചോച്ചി ആവട്ടെ ഇപ്പൊ 100-110 ഓടാൻ തുടങ്ങും. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കുട്ടപ്പനും ആവട്ടെ ചോച്ചിയുടെ പുറകെ തന്നെ ഇപ്പൊ 100-110 അവിടുന്ന് ഓടാൻ തുടങ്ങും. വില്ലൻ നൈസായിട്ട് ഇപ്പൊ വലിയൊരു ബബിൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളില് ഒരുപാട് പിരാന മീനിനെ കുത്തി നിറച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പുറകെ തന്നെ വലിച്ചെറിയും. മീനുകള് അവര് രണ്ട് സൈഡില് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അങ്ങനെ ഫോളോ ചെയ്തു വരുമ്പോ കുട്ടപ്പനാവട്ടെ ചോച്ചിയോടും സെക്യൂരിറ്റിയോടും നേരെ ഓടാൻ പറഞ്ഞ് അവനിപ്പോ മരത്തിന്റെ മേലേക്ക് വലിഞ്ഞു കയറും. കുട്ടപ്പൻ മരത്തിന്റെ മേലേന്ന് ഇപ്പൊ താഴെയുള്ള വില്ലനെ നോക്കുമ്പോ അവന്റെ കയ്യില് എന്തോ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അതുപയോഗിച്ചാണ് അവൻ ആ വെള്ളത്തിനെയും മീനുകളെയും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും കുട്ടപ്പന് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം ഓർമ്മ വരിക. സോ ആ ഒരു എക്യുപ്മെന്റ് തകർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വില്ലനെ പിടിച്ചു കെട്ടാൻ കഴിയും. അത് കണ്ട കുട്ടപ്പനാവട്ടെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ചോച്ചിയോടും സെക്യൂരിറ്റിയോടും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. കുട്ടപ്പൻ പറയും, നിങ്ങൾ രണ്ടുപേരും വേറെ ദിശയിലേക്ക് ഓടി അവനെ അറ്റാക്ക് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാൻ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ശ്രദ്ധ തെറ്റിക്കാന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസുമായിട്ട് ഇപ്പൊ മുൻപോട്ട് ഓടും. കുറെ ഓടിക്കഴിയുമ്പോഴായിരിക്കും വില്ലനും മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ നറൂട്ടോ ആണ്. ബാക്കി രണ്ടുപേര് അവരെവിടെയെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോ സെക്യൂരിറ്റി നിഞ്ച ആവട്ടെ അവൻ വീണ്ടും ജിപ്സ് യൂസ് ചെയ്ത് ഒരുപാട് ഫ്ലവേഴ്സ് ആ ഒരു വില്ലന് നേരെ ഇപ്പൊ വലിച്ചെറിയും. വില്ലൻ അത് കണ്ട് ആ പൂക്കളി തട്ടി മാറ്റുന്ന ഗ്യാപ്പില് കുട്ടപ്പനാവട്ടെ അങ്ങനെ കറങ്ങി വന്ന് വില്ലന്റെ ക്ലോസ് എത്തി അവന്റെ കൈ ചുരുട്ടി വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എക്യുപ്മെന്റ് ഇപ്പൊ അടിച്ച് തകർത്ത് കളയും. അത് കണ്ട് വില്ലൻ ചിരിക്കും. നീ ക്ലോസ് എത്തി എന്നെ ക്ലോസപ്പ് ആക്കാന്ന് വിചാരിച്ചോ? നിന്റെ പ്ലാൻ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വില്ലനാവട്ടെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് പേടിച്ച് വിറച്ച് കുട്ടപ്പനാവട്ടെ നോ എന്നും പറഞ്ഞ് ഓടാനായിട്ട് തുടങ്ങും. ചോച്ചി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുമ്പോ കുട്ടപ്പനും സെക്യൂരിറ്റി ആവട്ടെ അവരിപ്പോ 1/2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ചോച്ചി പേടിച്ച് വരച്ച് ഇപ്പൊ വില്ലനെ നോക്കുമ്പോഴായിരിക്കും ഇത്ര നേരവും ചെറിയ മീനിനെ അയച്ച ആ ഒരു വില്ലൻ വലിയൊരു സ്രാവിനെയാണ് ഇത്തവണ അയക്കുക. അത് കണ്ട് ചോച്ചിയും ഇപ്പൊ നിക്കറും പൊക്കിപ്പിടിച്ച് 100-110 ഓടുമെങ്കിലും അവൻ കാല് തട്ടി അങ്ങനെ താഴെ വീഴും. കുട്ടപ്പം വിളിച്ച് കാറുമെങ്കിലും അപ്പോഴേക്കും ആ ഒരു ബബിള് അങ്ങനെ തന്നെ ചോച്ചിയെ വിഴുങ്ങാൻ ആരംഭിക്കും. അത് കണ്ട് കുട്ടപ്പനും ആ ഒരു സെക്യൂരിറ്റിയും ഇപ്പൊ പതിയെ തിരിച്ച് നടന്ന് ചോച്ചിയുടെ അടുത്തെത്തി അവനോട് പുറകോട്ട് നോക്കാൻ പറയും. അപ്പൊ ചോച്ചി കാണും അവന്റെ തൊട്ടു പുറകില് ആ ഒരു സ്രാവ് അവനെ തിന്നാനായിട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. ചോച്ചി വേറെ വഴിയില്ലാതെ അതിന്റെ 2 വായും അതങ്ങനെ തുറന്നങ്ങോട്ട് പിടിക്കും. അപ്പൊ വില്ലൻ ക്യാഷ്വലായിട്ട് വന്ന്, ഓ നീ ആദ്യമായിട്ട് തിന്നുന്നത് ആ ഒരു ഉണ്ടപ്പനെയാണോ? ഓക്കെ, നീ ജോളിയായിട്ട് കഴിച്ചോളാൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവന് കലി കയറി ഇപ്പൊ പെട്ടുപോയത് നീയും നിന്റെ മീനുമാണ്. ചോച്ചി ആ വെള്ളം എത്രയും പെട്ടെന്ന് കുടിച്ചു വറ്റിക്കാൻ പറയുമ്പോ അതിന് ചോച്ചി, എടമണ്ട ഇത് കുറച്ച് വെള്ളമല്ല, ഭൂമിയിലുള്ള എല്ലാ വെള്ളം ഉപയോഗിച്ചാണ് അവനിപ്പോ ഫൈറ്റ് ചെയ്യുന്നത്. അത് മുഴുവനായിട്ടും കുടിച്ചു വറ്റിക്കാൻ എനിക്കെന്നല്ല ആരെ കൊണ്ട് സാധിക്കില്ല. അത് കേട്ട് വില്ലൻ ഇപ്പൊ വീണ്ടും വെള്ളം എടുത്ത് ബബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും അവൻ എവിടെ നിന്നും ഇപ്പൊ വെള്ളം കളക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും അവൻ ചുറ്റും പുറവും നോക്കുമ്പോ അത് മുഴുവൻ പാറക്കൂട്ടമാണെന്ന് അവൻ തിരിച്ചറിയുക. കാരണം നമ്മുടെ കുട്ടപ്പൻ ഓൾറെഡി അവന് മണ്ണിന്റെ അടിയിൽ നിന്ന് മാത്രമേ
ജലം പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല വെള്ളത്തിന്റെ ഒഴുക്ക് അത് തിരിച്ചറിയുന്ന ആ ഒരു എക്യുപ്മെന്റ് കുട്ടപ്പൻ അവന്റെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളഞ്ഞു. വില്ലൻ ലോക്കായി ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഇവിടെ ചോച്ചി ആ വെള്ളം മുഴുവൻ തന്നെ കുടിച്ചു വറ്റിച്ച് ആ ഒരു ഷാർക്കിനെ ഈസി ആയിട്ട് ഇപ്പൊ ഇൻവിസിബിൾ ആക്കി കളയും. ആ സമയത്ത് ഇപ്പൊ ചോച്ചി ആവട്ടെ അങ്ങനെ കറങ്ങി വന്ന് വില്ലനെ ഇട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അതേ സമയത്ത് ഇപ്പൊ സെക്യൂരിറ്റി നിഞ്ചയ്ക്കാവട്ടെ അവന് നെഞ്ചിൽ അടികെട്ടി ഇപ്പൊ വേദന എടുത്ത് താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ അവനെ ചോച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇപ്പൊ ഹരണയെ തേടി ഹിനട്ടയുടെ അടുത്തേക്ക് തന്നെ ഓടാണ്. അതേസമയം ഹിനട്ട ആവട്ടെ ഹരണയും കൂട്ടിക്കൊണ്ട് കാട്ടിലൂടെ വളരെ വേഗത്തില് ഇപ്പൊ മുൻപോട്ട് ഓടും. ഹരണയാവട്ടെ അവൾ ആകെ ടയർഡായി ഇപ്പൊ വെള്ളമൊക്കെ കുടിച്ച് ഒരു സ്ഥലത്ത് നിൽക്കും. ഇപ്പൊ ഹരണ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ പ്ലാൻ കാരണമാണ് ഇങ്ങനൊരു വലിയ പ്രശ്നത്തില് ഇപ്പൊ ഞാൻ വന്നു പെട്ടത്. ആ മർച്ചന്റുകളുടെ കൂടെ പോവായിരുന്നെങ്കിൽ അവരെ കാട്ടിക്കൊടുത്ത് എനിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. ഇപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല എന്ന് പറയുമ്പോ കുട്ടപ്പയാവട്ടെ അത് കേട്ട് ഷോക്കാവും. ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രമേ എന്റെ ഗ്രാമത്തിന് ഒരു പുതുജീവൻ നൽകാനായിട്ട് എനിക്ക് സാധിക്കൂ. ചെറുപ്പം മുതലേ ഒരുപാട് പേര് എന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പെടുത്തി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ആരോടും കനിവ് അലിവ് എന്നൊന്നും കാണിക്കാൻ പാടില്ല എന്ന്. കാരണം മനുഷ്യർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നിഞ്ചകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് അതുണ്ടാവാൻ പാടില്ല. പക്ഷെ നിന്റെ കൂടെയുള്ള കുട്ടപ്പൻ അവൻ ആ ഫീലിങ്സ് വളരെ കൂടുതലാണ്. അവൻ എങ്ങനെ ഒരു നിഞ്ചയായി മാറിയെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ പരിഹസിക്കാൻ തുടങ്ങും. കുട്ടപ്പനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ പെണ്ണിന് അത് തീരെ ഇഷ്ടപ്പെടില്ല. അവൾ നിലവിളിച്ചു പറയും, കുട്ടപ്പനെ കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. അവൻ ചെറുപ്പം മുതലേ അച്ഛനും അമ്മയില്ലാതെ വളർന്നു വന്ന ഒരു പാവം പയ്യനാണ്. പക്ഷെ അതിലൊന്നും തളർന്നു പോവാതെ അവൻ ഹാർഡ് വർക്ക് ചെയ്താണ് ഇതുവരെ എത്തിയത്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒക്കാകെയായി മാറി ഈ ഗ്രാമത്തിനും എല്ലാവർക്കും നന്മ ചെയ്യാൻ മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവൻ നിന്നെപ്പോലെ സെൽഫിഷ് അല്ല എന്ന് ഇപ്പൊ കുട്ടപ്പി പറയുമ്പോ അതിന് ഹർണി ടെൻഷനായിട്ട്, നിർത്തിനടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്, എന്നെ അവനെ ഒരിക്കലും നീ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോ ഇനട്ടക്കുട്ടപ്പിക്ക് ഒരുപാട് വിഷമായി അവൾ തല കുനിച്ചു നിൽക്കും. അപ്പൊ ഹർണിക്ക് അവൾക്കൊരു ഡൗട്ട് തോന്നും, ഇവൾ എന്തിനായിരിക്കും കുട്ടപ്പനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കരുതി അവൾ ചോദിക്കും, നിനക്ക് സത്യത്തിൽ നറൂട്ടോ കുട്ടപ്പൻ ഇഷ്ടമാണോ? അത് കേട്ട് ഇപ്പൊ ഹിനട്ടക്കുട്ടപ്പി ഒരു സെക്കൻഡ് ഷോക്കായി പോവും. കുഴപ്പമില്ല, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് അവൾ ഹിനട്ടയോട് താഴേക്കിരിക്കെ പകുതി വെയിറ്റ് ഞാനും എടുക്കാന്ന് പറഞ്ഞ് ഹിനട്ടക്കുട്ടപ്പിയെ നൈസായിട്ട് തിരിച്ചിരുത്തി ഒരു കല്ലെടുത്ത് ഹിനട്ടെ അവിടെ തന്നെ അടിച്ചിട്ടിട്ട് അവൾ ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത കുട്ടപ്പനും ടീംസും അടിച്ചിട്ട ആ ഒരു വില്ലനാവട്ടെ ജീവന് വേണ്ടി അവനിപ്പോ പെടഞ്ഞോണ്ടിരിക്കുകയാണ്. അവന്റെ ഉണ്ടപ്പം ബ്രദർ അവന്റെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് വളരെ പവറാണ്. അവരിനെ അടിച്ച് താഴെയിട്ടു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. പക്ഷെ അതിനാ ഉണ്ടപ്പം പറയും, നീ ജീവിച്ചിരുന്ന നമുക്ക് കിട്ടുന്ന സ്വത്തില് 1/3 ഭാഗം മാത്രമേ എനിക്ക് കിട്ടൂ. നീ മരിച്ചുപോയ 2/1 ഭാഗം അതെനിക്ക് കിട്ടും. അതുകൊണ്ട് നീ ചത്തുപോന്ന് പറഞ്ഞ് വലിയൊരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് അങ്ങനെ ഇട്ട് അവിടെ വെച്ച് കൊന്നുകളയും. ഇവിടെ കുട്ടപ്പനാവട്ടെ ഓടി വരുമ്പോ കാട്ടിലെ ഹിനട്ട ബോധം കെട്ട് കിടക്കുന്നതായിട്ട് കാണും. അവളെ ഉടനെ കുട്ടപ്പൻ വിളിച്ചുണർത്തി, എന്തുപറ്റി, ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ഹിനട്ട ചോദിക്കും, രാജകുമാരി അവളിപ്പോ എവിടെയുണ്ട്, എങ്ങോട്ട് പോയിന്നൊക്കെ കുട്ടപ്പനോട് ചോദിക്കുമ്പോ കുട്ടപ്പൻ വണ്ടറായിട്ട് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. അതിനവള്, എനിക്കറിയില്ല, ഒരു കല്ലെടുത്ത് എന്റെ തലയിലടിച്ച് അവൾ എവിടേക്കോ ഓടിപ്പോയി. അത് കേട്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ 1 മിനിറ്റ് ഹിനട്ടെ പുച്ഛിക്കാൻ ആരംഭിക്കും. ഇപ്പൊ ഹിനട്ട ചോദിക്കും, നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് പോയി ഒക്കാകെ ആന്റിയോട് ഹെൽപ്പ് ചോദിച്ചാലോ? അതിന് കുട്ടപ്പൻ പറയും, മണ്ടത്തരം പറയാതെ, 2 ചൊനിയൻസ് നമ്മളെ നോക്കി കാട്ടിലൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കയ്യില് ഹരണയെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആ ഗ്രാമത്തിന്റെ കാര്യം അത് പോക്കാണ്. ഞാൻ എന്തു വില കൊടുത്തും അവളെ കണ്ടുപിടിക്കും. നീ എത്രയും പെട്ടെന്ന് ചോച്ചിയുടെ അടുത്തേക്ക് പോകാൻ ഹിനട്ടയോട് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ വീണ്ടും മരത്തിലൂടെ ചാടി മുൻപോട്ട് പോകുമ്പോ ആ സമയത്ത് ആ ഒരു ഉണ്ടപ്പം വില്ലൻ അവൻ എന്തോ ഒരു സാധനം കറക്കി വന്ന് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് നിൽക്കും. നീ എന്റെ ബ്രദറിനെ അടിച്ചിടും അല്ലേടാന്ന് ചോദിച്ച് ആ ഉണ്ടപ്പനാവട്ടെ ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ഇടാൻ ആരംഭിക്കും. വില്ലൻ ആ ഉണ്ട ബോൾ എടുത്ത് അതങ്ങനെ കറക്കി ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് വലിച്ചെറിയാൻ തുടങ്ങും. കുട്ടപ്പൻ അങ്ങനെ ചെന്ന് അത് തട്ടിമാറ്റാൻ നോക്കുമെങ്കിലും ആ ഗുണ്ടപ്പന്റെ പവർ അത് വളരെ കൂടുതലാണ്. അവൻ അറഞ്ചം പുറഞ്ചം അത് വീശി എറിയുമ്പോ കുട്ടപ്പനാവട്ടെ ഈസി ആയിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും.
പക്ഷെ ആ ഒരു ഗോളത്തിന് മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടപ്പന്റെ നെറ്റിയിലുള്ള ആ ഒരു ബാൻഡിലെ മെറ്റലുമായിട്ട് അതങ്ങനെ ഒട്ടിപ്പിടിക്കും. വില്ലൻ അത് കണ്ട് ചിരിച്ച് ഇപ്പൊ വീണ്ടും കുട്ടപ്പനെ അടക്കം അതുപയോഗിച്ച് എടുത്ത് കറക്കാൻ തുടങ്ങും. കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവൻ ആ ബാൻഡ് ഊരി എറിയുമ്പോ ഇപ്പൊ കറങ്ങി അടിച്ച് തെറിച്ചു പോയി വീഴും. ഇവിടെ ഹർണി ആവട്ടെ എനിക്ക് എന്റെ ജീവനാണ് മുഖ്യം എന്ന് പറഞ്ഞ് ഇപ്പൊ കാട്ടിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടിപ്പോയവള് ഇപ്പൊ കാല് തന്നെ ഏതോ ഒരു കുഴിയില് പതോന്ന് പറഞ്ഞ് താഴെ വീഴും. ഇവിടെ കുട്ടപ്പൻ അവന്റെ കൈ കിട്ടിയ എല്ലാ സാധനവും ആ ഗുണ്ടപ്പനെ എടുത്തെറിയെങ്കിലും അവന്റെ പവറും സ്പീഡും ഇപ്പൊ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും പോരാതെ അവനിപ്പോ മലയുടെ മേലെ കൂടെ സ്പൈഡർമാൻ വലിഞ്ഞു കയറും പോലെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഹിനട്ടക്കുട്ടപ്പി ചോച്ചിയെ ഒരുപാട് അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തതിനെ തുടർന്ന് വീണ്ടും കുട്ടപ്പന്റെ അടുത്തേക്ക് മടങ്ങി വരും. ആ സമയത്ത് കുട്ടപ്പന്റെ ബാൻഡ് നിലത്ത് കിടക്കുന്ന കണ്ട് അവൾക്ക് മനസ്സിലാവും കുട്ടപ്പൻ എന്തോ വലിയൊരു അപകടത്തിലാണെന്ന്. ഈ ഒരു തടിയൻ വില്ലന്റെ ഇഷ്ടഭക്ഷണം ഇരുമ്പാണ്. അത് ഒരുപാട് തിന്ന് അവന്റെ ബോഡിയിൽ ഇരുമ്പ് അടിഞ്ഞുകൂടി അത് മാഗ്നറ്റ് ആയിട്ടാണ് അവനിപ്പോ ഉപയോഗപ്പെടുത്തുന്നത്. അവനെ കൊണ്ട് ഏതൊരു വസ്തുവിനെയും മാഗ്നറ്റാക്കി മാറ്റാൻ കഴിയും. കുട്ടപ്പന്റെ നേർക്ക് നോക്കി അവൻ ചാടി വീണ് അവിടെയുള്ള പാറ തന്നെ ഇപ്പൊ തല്ലി പൊളിക്കാൻ ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ഇരട്ടക്കുട്ടപ്പി അവിടേക്ക് ഓടി വന്ന് നറൂട്ടോ എന്ന് വിളിച്ചു കാറുമ്പോ വില്ലനാവട്ടെ അവളെ കാണും. വാവ്, മനോഹരമായിരിക്കുന്നു, എനിക്കിവളെ വേണമെന്ന് പറഞ്ഞ് വില്ലനാവട്ടെ ഇപ്പൊ അവൾക്ക് നേരെ ചാടി പോവാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ അത് കണ്ടപാടെ ഇപ്പൊ നിലവിളിക്കും, ഹിനട്ടാ ഓടി രക്ഷപ്പെട്ടോ, അവൻ തീർച്ചയായിട്ടും നിന്നെ കൊന്നുകളയും. കുട്ടപ്പൻ അത്രയും പറഞ്ഞ് തല കറങ്ങി താഴെ വീഴുന്ന കണ്ട് നമ്മുടെ ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ പേടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.